പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്രവാർത്താസിലേക്ക് ഓക്കെ. അപ്പൊ ഇന്ന് സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച, ഈ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച. കണ്ടുപിടുത്തം ബുദ്ധിശാലി തന്നെ. ഇല്ലാടി തന്നെ. അതെ, ഇന്നലെ അത്തം 10 ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് തിരുവോണം വരവായി. അപ്പൊ അത്തത്തിന്റെ എല്ലാവിധ ആശംസകളും പറഞ്ഞു. സാറിന്റെ ഇതായത് നിന്ന് ഇന്നേക്ക് 10 ദിവസം അടുത്ത വർഷം കുട്ടികളുടെ ടെസ്റ്റ് ലീവാക്കും. ഓക്കെ, അപ്പൊ അതെ ആരും പ്രത്യേകരുത്. അപ്പൊ ഇന്ന് അത്തം, അപ്പൊ അത്തത്തിന്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. അപ്പൊ ഹാപ്പി അത്തം. എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ? ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഈ വരും ദിവസം ചർച്ച ചെയ്ത് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല കലാപരിപാടികളുമായിരുന്നു ഇന്നത്തെ ചർച്ചാ വിഷയം. ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, പ്രധാനപ്പെട്ട പത്രങ്ങളും ടിവിയിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തില് ഒരു പ്രൊട്ടസ്റ്റ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് PV അൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണപക്ഷത്തു നിന്ന് തന്നെ വന്നൊരു വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾക്ക് ഇടയിൽ തന്നെയാണ് പത്രങ്ങളുടെ ഒരു മെയിൻ തലക്കെട്ടുകളായിട്ടുള്ളത്. ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ഉദ്ദേശിച്ചത്? അപ്പൊ പ്രതിപക്ഷം. അവര് പ്രതികരിക്കുന്നില്ല എന്നുള്ള ടോക്ക് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തത്, വലിയ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള ഉത്തരം കൂടിയാണ് ഇന്നത്തെ പത്രവാർത്തകളുടെ മെയിൻ. കാരണം യൂത്ത് മാർച്ച്, സംഘർഷം, തലക്കടി, ചോര ഭയങ്കരമായിരുന്നു. ഇന്നലെയൊക്കെ ന്യൂസിനകത്തത് ഭയങ്കരമായിട്ട് ചില വീഡിയോസ് ഒക്കെ കാണുമ്പോ വാട്ടർ ഫോഴ്സ് കൊണ്ട് ഇങ്ങനെ തെറിപ്പിക്കുന്ന. പിന്നെ മാത്രല്ല പോലീസുകാരെന്തോ പോലെ പണ്ട് ഇവര് ഈ കോൺഗ്രസിലെ ചില ടീംസ് മറ്റേ പെയിന്റ് ഒക്കെ കൊണ്ടുവന്ന് ബ്ലഡാന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒക്കെ ഭയങ്കര ബ്ലഡ് ഒക്കെ ഉള്ള ന്യൂസിനകത്ത് ആക്രമണം കാണുമ്പോൾ നമുക്കറിയാം കാണാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇന്നലെ ഈ അടി കിട്ടിയിട്ടും പുള്ളി ആശുപത്രി കൊണ്ടുപോകാതിരിക്കുകയായിരുന്നു. അതെ, അത് അബിൻ വോക്കിയാണ്. അത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള അബിൻ വോക്കിയാണ് ഇത്തരത്തില് ക്രൂരമായിട്ട് പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ട് തല്ലിയതെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്ക് നമുക്ക് തന്നെ സങ്കടം വരും. മുഖപത്ര ഫോട്ടോ വെച്ചേക്കുന്ന വ്യക്തിയുടെ ഫോട്ടോ തന്നെയാണ് ഫോട്ടോസ്. അങ്ങനെയല്ല, ഇതിനകത്ത് വേറെ രീതിയിലുള്ള അങ്ങനെ. ഓക്കെ, അപ്പൊ ഒത്തിരി അത് തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ടാണ് പല പത്രങ്ങളും. സംഘർഷമാണത്. പക്ഷെ ദേശാഭിമാനി അത് ഒരു റിപ്പോർട്ട് പോലും ചെയ്യുന്നില്ല. ഫ്രണ്ട് പേജിലില്ല, പക്ഷെ ഉണ്ട്, സംഭവം ഉണ്ട്. വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും. അല്ലല്ല, മുമ്പിലെ പേജിലില്ല, ഫ്രണ്ട് പേജിലില്ല, രണ്ടാമത്തെ പേജിലും ഇല്ല. അല്ല, ആദ്യത്തെ പേജ് ദേശാഭിമാനി ഒരു വലിയൊരു പരസ്യമാണ്. ഓണം സെയിൽ ഓണക്കാലത്താണല്ലോ കേട്ടോ. പക്ഷെ അതൊരു പ്രശ്നമായിട്ട് ദേശാഭിമാനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും വർക്കിയുടെ തലയ്ക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ടെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇവരുടെ തന്നെ പ്രവർത്തകരായിട്ടുള്ള തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമത്തെയൊക്കെ ഷാജ് സുമേഷിന്റെ കൈ ഒടിയ വരെ, അതെ കൂടെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന സുമേഷിന്റെ ഒക്കെ കൈ ഒടിഞ്ഞു പോകുന്നൊരവസ്ഥ വരെ നമുക്കത് കാണാവുന്നതാണ്. വളരെ എനിക്ക് തോന്നുന്നു വനിതാ അംഗങ്ങൾക്ക് വരെ ഇത്തരത്തിലുള്ള ആക്രമണം നേരിട്ടു. ഇവർക്കെതിരെ കേസെടുക്കുമോ? ഇവർക്കെതിരെ കേസെടുക്കാം. കാരണം ഭരണപക്ഷത്തിന്റെ കയ്യിലാണ്. അവർക്ക് വേണമെങ്കിൽ, പക്ഷെ എത്രത്തോളം കേസെടുക്കും അറിയില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും പട്ടാളം വന്ന് വിളിച്ചാലും ഈ സമരം ഇവിടെ തീരില്ല. കയ്യാങ്കളിയും ആയുധവും കാട്ടിയുള്ള ഭീഷണിയും വേണ്ട. അറിയിച്ചു KPCC പ്രസിഡന്റ്. അതെ. അതുമായി ബന്ധപ്പെട്ട് PV അൻവർ ആണ് ഇത്രയും വലിയൊരു കൊടുങ്കാറ്റ്
രാഷ്ട്രീയത്തിൽ അഴിച്ചുവിട്ടത് എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞൊരു കമന്റ് ഭയങ്കര അധികം വിവാദങ്ങളിലെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് വിവാദങ്ങൾക്ക് കാരണമായത്. അതിനെയായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്ന യൂത്ത് കോൺഗ്രസുകാരുടെ മുതുകത്ത് തിരുവനന്തപുരം നഗരത്തിന്റെ റൂട്ടുമാക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ലജ്ജാവഹം അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം പുള്ളി തന്നെ ഒരു കൊടുങ്കാറ്റ് അഴിച്ചുകൂടെ അതിനെതിരെ പ്രതിഷേധമായിട്ട് ആളുകൾ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ ഒരു വർത്താനം പറയാം. നമ്മള് എക്സാക്ട്ലി മറ്റേത് നമ്മൾ പറഞ്ഞു ഹേമ കമ്മിറ്റി മുഖ്യ അതെ അതെ 2 ദിവസം കഴിഞ്ഞപ്പോ മാറ്റ ഒരു ഇതായിട്ട് ഇതാക്കുന്നു. കുഴപ്പമില്ല. പക്ഷെ ഇപ്പോ കേരളത്തിൽ ഭയങ്കര അതെ കോൺഗ്രസും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തെ അടക്കം അതിനെ മാറ്റി ജനങ്ങൾ ഇതെല്ലാം വിശ്വസിക്കുക. ആദ്യം അവർ ഒന്ന് പറയുക, നമ്മളത് വിശ്വസിക്കുക. അടുത്ത പറയുമ്പോ അത് വിശ്വസിക്കുക. പുള്ളി മാറ്റി പറഞ്ഞിട്ടില്ല ഒന്നും. അല്ലെങ്കിൽ അത്ര ആ ഒരു സ്ട്രോങ് ഒരു ഇത് പിന്നെ അതുണ്ടാവുന്നില്ലെന്നും മുഖ്യമന്ത്രിയൊക്കെ കണ്ടതിന് ശേഷം പുള്ളി അടങ്ങിയെന്നുള്ള രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പം ഇതിൽ ഏറ്റവും അധികം ചർച്ചപ്പെട്ട ഒരു കാര്യം, മറ്റൊരു കാര്യം, ഈ വിഷയം ബന്ധപ്പെട്ട് ചർച്ച ചെയ്തൊരു കാര്യം, ഈ ADGP അജിത് കുമാർ സാർ RSSമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി രഹസ്യമായിട്ട് ചർച്ച നടത്തിയെന്നൊരു കാര്യം പരാമർശിക്കപ്പെടുന്നു. അതെ അതെ, RSSന് വേണ്ടിയിട്ട് ചർച്ച നടത്തി എന്നുള്ള വളരെ എന്തോ പറയുന്ന ഒരു വലിയൊരു വിമർശനമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ കാര്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പും ഒക്കെ ഈ കാര്യത്തിൽ RSSമായി ബന്ധം. അതെ അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ തൊട്ട് തുടങ്ങിയേക്കായിരുന്നു RSSന് വേണ്ടി സഹായിക്കുന്നുണ്ടെന്നുള്ളൊരു. അതെ അതെ. അപ്പം അതിന്റെ ഉദാഹരണമായിട്ട് പറയുന്നത് ഈ RSSന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ദന്താത്രേയ ഹൊസബാളെ തൃശ്ശൂരിൽ അതൊരു ബിജെപിയുടെ ഒരു BJPയുടെ പോയിട്ട് RSSന്റെ ഒരു ഇതാണ് അദ്ദേഹം. ഇവിടെ നടക്കുന്ന സ്ഥലയില് തൃശ്ശൂർ പൂരം നടക്കുന്ന അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. അപ്പോ ഈ ADGയും തമ്മിലൊരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് തൃശ്ശൂരിൽ ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പൂരത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത്. സുരേഷ് ഗോപിയുടെ കാര്യവും പ്രകടനങ്ങളും ഉത്സവം തന്നെ മാറ്റിവെക്കണ്ട. I mean 6 വെടിവെപ്പ് 2-3 ദിവസമായിട്ട് വെടിക്കെട്ട് വരെ മാറ്റിവെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. വെടിക്കെട്ട് വരെ മാറ്റിവെക്കേണ്ട അവസ്ഥയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്കാര് ഇവർക്ക് തെറ്റ് പറ്റാറുള്ളത് എന്തൊക്കെയാ പറയുന്നതെന്നൊക്കെ. അപ്പൊ ആ ഒരു കാര്യമാണ് ഈ അജിത് കുമാർ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ വാഹനം നിർത്തിയിട്ട ഹോട്ടലിന്റെ പേര് ഉൾപ്പെടെയാണ് പ്രതിപക്ഷ നേതാവും ബാക്കിയുള്ളവരും പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും അതിന് രീതിയിൽ എടുത്തിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇത് നിഷേധിക്കുകയാണെങ്കിൽ വേറെ രീതിയിൽ പ്രതികരിക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട്. എന്താണോ ആ രീതി. അതെ അതെ അതെ. അപ്പം അതിനെ പറ്റിയിട്ട് നമ്മുടെ VD സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ അല്ല, കൃത്യമായി പറയുകയാണ് ചെയ്തത്. എവിടെ വെച്ച് എത്ര സമയം കൂട്ടാഴ്ച നടത്തി എന്നുള്ള കാര്യങ്ങളാണ് പുറത്തുവിട്ടത്. CPM-ഉം ADGയും എന്തുകൊണ്ടാണ് ഇക്കാര്യം ഇതുവരെ നിഷേധിക്കാത്തത്? നിഷേധിക്കട്ടെ, അപ്പൊ തെളിവ് അദ്ദേഹം തെളിവ് കൊടുക്കും. തെളിവില്ലായിരുന്നെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ചാടി ഈ കാര്യം സോൾവ് ആക്കേണ്ടതായിരുന്നല്ലോ. അപ്പം അതാണ്. അപ്പൊ ഇതാണ് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസുകളിലാണെങ്കിലും മറ്റും നിറഞ്ഞു കയറുന്ന വാർത്തകളിൽ 2 എണ്ണം ഇതാണ്. അതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യവും കൂടെ പറയാനുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു പോലീസുകാരന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം സസ്പെൻഷനിലാണ്. അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു ഏറ്റവും വലിയ ആരോപണം PV അൻവർ പറഞ്ഞതെന്ന്? മറ്റൊരു മ്യൂസിക്കില്ലേ ആരും ഒന്നും പറയുന്നില്ല ആ മ്യൂസിക്. അപ്പം ജിദാസിന്റെ ഒരു അദ്ദേഹത്തിനെതിരെ PV അൻവർ പറഞ്ഞത് ഈ കസ്റ്റംസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റംസ് അതുപോലെ ഒരു തിരുമറി നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ കസ്റ്റംസുകാര് ഇദ്ദേഹത്തിന് ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ ഇവര് പുറത്തു വെച്ചിട്ട് ഇവര് ഈ
വരുന്ന സ്വർണം പുറത്തു വെച്ച് പിടിച്ച് ഷെയർ എടുക്കും. ആ അതെ, സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ പരിപാടി നടത്തും. ലോഹ സിനിമയിൽ ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ നടത്തുന്ന വിമർശനമൊക്കെയാണ് സുജിത് ദാസിനെതിരെ PV അൻവർ MLA പറഞ്ഞത്. അപ്പം ആ സുജിത് ദാസിനെതിരെ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം കണ്ടെത്തതിനെ തുടർന്ന് സസ്പെൻഷൻ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ സസ്പെൻഡ് ചെയ്തു പുള്ളിക്കാരനെ കഴിഞ്ഞ ദിവസം. അതിലൊരു കാര്യം, അത് ADGP അജിത് കുമാറിനെതിരെയാണ്. ADGP അജിത് കുമാർ ഇസ് ക്ലോസ് ടു മുഖ്യമന്ത്രി എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞതല്ല, എന്നോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. അതെ 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 അതെ. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ടാണ് പറയുന്നത്. അപ്പോ സുജിത് ദാസിനെതിരെ മാത്രമാണ് ഇപ്പം വന്നതിൽ ശിക്ഷയും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. നമ്മുടെ പുള്ളിക്കെതിരെ കേസുകളില്ല. മറ്റേ ക്യാമ്പിലെ ഓഫീസിലെ മരമുറി കേസിൽ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് MLA കാല് പിടിക്കുന്ന സംഭാഷണമൊക്കെ പുറത്തു വന്നിരുന്നു. ഇതും ഒക്കെ അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ സേനയുടെ അന്തസ്സ് കളയുന്നതാണെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ. അപ്പം അതാണ് ഒരു കാര്യം. പിന്നെ ഈ പോലീസുകാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് IG ലക്ഷ്മണന്റെ സസ്പെൻഷൻ റദ്ദാക്കി എന്നൊരു കാര്യമാണ്. ആണ് IG ലക്ഷ്മണൻ എന്ന് പറയാം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കേസ് അറിയാം, ഈ മോൺസൺ മാവുങ്കലിന്റെ കേസ് ഓർക്കുന്നുണ്ട്. ഒരാള് മറ്റേ ആളെന്തുവാ മറ്റേ മോശയുടെ വടി ഓർക്കുന്നില്ലേ? മോശയുടെ വടി, മറ്റേ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത വെള്ളി നാണയം എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. ആ ജോൺസൺ മാവുങ്കലിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തിരിമറികളുടെ പേരിൽ വഞ്ചനാ കേസിൽ പ്രതിയായിട്ടുണ്ടായിരുന്ന IG ലക്ഷ്മണയുടെ സസ്പെൻഷനാണ് ഇപ്പോൾ സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ വിഷയത്തിലെ അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഉള്ളത്. ജോൺസൺ മാവുങ്കൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. അദ്ദേഹം ഒരു ഫണ്ണി വേയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല. പഴയ സാധനങ്ങള് കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ട് പഴയത് തന്നെ ആയിരിക്കണം. അത് മറ്റേ ശ്രീകൃഷ്ണൻ ഉപയോഗിച്ച ഓടക്കുഴൽ പക്ഷെ മോശയുടെ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക വടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചിട്ട് പിന്നെ മോശയുടെ വടിയൊക്കെ ഇവിടെ നിന്ന് കിട്ടാനാണ് എന്നെ പറയണേ. പിന്നെ ചില ആളുകള് പറ്റിപ്പിച്ചോളൂ എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും വലിയ കാര്യം സിനിമാ നടന്മാര് വരെ പറ്റിക്കപ്പെട്ടവരിലുണ്ട്. പ്രധാനപ്പെട്ട അതെ. അപ്പം അങ്ങനെ പലരെയും പറ്റിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം സാമ്പത്തിക തിരിമാണ് കൂടുതലായിട്ട് നടത്തിയിട്ടുള്ളത്. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കേസ്. അപ്പം ഈ ഞാൻ പറഞ്ഞത് പോലീസ് സേനയിലെ ക്രിമിനൽ കേസുകൾ കണക്ട് ചെയ്ത ആളുകളുടെ തിരിച്ചാൽ ആ വിഷയങ്ങളെ കണക്ട് ചെയ്താണ് പറഞ്ഞത്. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. എന്താണ്? തിരുവനന്തപുരം പോലീസിൽ ഉന്നതർക്കെതിരെ വെളിപ്പെടുത്തുന്ന യുവതി എന്ന് പറഞ്ഞ വലിയൊരു ഇത് എങ്ങനെയുള്ളത്? ആരാണ്? വേറൊരു വാർത്ത ഇപ്പമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഈ കേസുകളിൽ ഇപ്പൊ നമ്മളിപ്പോ കുറെ നാളുകളായിട്ട് കേൾക്കുന്നുണ്ട് പോലീസിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ്. അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഫുള്ള് പവർ ഗ്രൂപ്പുകളെ പറ്റിയിട്ട്, സിനിമയിലുള്ള പവർ ഗ്രൂപ്പ്, രാഷ്ട്രീയത്തിലുള്ള പവർ ഗ്രൂപ്പ്, പോലീസിലുള്ള പവർ ഗ്രൂപ്പുകളെ പറ്റിയിട്ട്. അപ്പൊ പറയുന്നത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വെളിപ്പെടുത്തലുമായി യുവതി. പരാതി നൽകാൻ യുവതിയെ പോലീസുകാർ പീഡിപ്പിച്ചു എന്നാണ് പരാതി. മലപ്പുറം മുൻ SP സുജിത് ദാസ് അദ്ദേഹമാണ് ഇപ്പോ ഈ വിവാദങ്ങളിലുള്ളത്. അദ്ദേഹം തിരൂർ മുൻ DYSP VV ബെനി, പൊന്നാനി മുൻ CA വിനോദ് എന്നിവർ ചൂഷണം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരസ്പരം കൈമാറിയായിരുന്നു പീഡനമെന്നാണ് യുവതി പറയുന്നതെന്നാണ് പറയുന്നത്. 2022 മലപ്പുറത്തായിരുന്നു കൊടും ക്രൂരത നടന്നത്. വസ്തുതമായ പ്രശ്നം പരിഹരിക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു ഈ യുവതി. ഈ യുവതിയെയാണ് CA വിനോദിനായിരുന്നു ഈ നൽകിയത്. പിന്നെ ഈ വിനോദ് ഇവരെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യുന്നു. നമ്മുടെ സിനിമയിൽ ഇതുപോലത്തെ സിനിമകൾ കണ്ടിട്ടുണ്ടല്ലേ?
സുജിദാസ് അതിലോട്ട് വരികയാണ്. അപ്പൊ വീട്ടിൽ ഈ CA വിനോദ് വീട്ടിലെത്തി ഇത്തരത്തിൽ അവരോട് പെരുമാറുകയായിരുന്നു എന്ന് യുവതിയുടെ പരാതി പറയുന്നുണ്ട്. ഈ പരാതി DVSP ബെന്നിക്ക് കൈമാറി. ബെന്നിയെ വീട്ടിലെത്തി ഉപദ്രവിച്ചു. പരിഹാരം ഇല്ലാത്തതിനാൽ മലപ്പുറം SP കണ്ടെന്നും മലപ്പുറം SP ആയിട്ടുള്ള സുജിത് ദാസും അത് തന്നെ ചെയ്യുകയായിരുന്നെന്നാണ് സുജിത് ദാസ് തന്നെ ഭീഷണിപ്പെടുത്തി. സുജിത് ദാസും പരാതി അട്ടിമറിച്ചു. കൊന്നു കളയുമെന്നായിരുന്നു ഭീഷണി. കസ്റ്റം ഓഫീസർക്ക് വഴങ്ങി കൊടുക്കണമെന്ന് നിർബന്ധിച്ചു. അവിടെ നിന്ന് താൻ രക്ഷപ്പെട്ടു ഓടുകയായിരുന്നു. തന്റെ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്കിളെന്നാണ് സുജിത് ദാസ് വിശേഷിപ്പിച്ചെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. അപ്പൊ യുവതിയുടെ വെളിപ്പെടുത്തലും പറഞ്ഞിട്ടുണ്ട്. പറയാൻ പോകുന്നത് ഞാൻ അനുഭവിച്ച വേദനയാണ്. ഞാൻ വിനോദ് സാറിന്റെ അടുത്ത് പരാതിയും പോയി. വീടിന്റെ അവകാശത്തിന്റെ കാര്യത്തിനാണ് പോയത്. ഞാൻ അങ്ങോട്ട് വരണമെന്ന് സാർ പറഞ്ഞു. ഞാൻ വീട്ടിലുള്ള പെരുന്തന്നല്ലേ വീട്ടിലുള്ള തെറ്റി കിടക്കുകയായിരുന്നു. 9:30 സമയത്ത് വാതിലിട്ട് ഞാൻ വാതിൽ തുറന്നു. അതാരാണെന്ന് കൂടെ ഉണ്ടായിരുന്ന ചോദിച്ചു. പൊന്നാനി C ഞാൻ മറുപടി പറഞ്ഞു. ഞങ്ങൾ തിണ്ണയിൽ ഇരുന്ന് സംസാരിച്ചു. രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചു. റൂമിൽ ചെന്നപ്പോൾ കഥ കടക്കാൻ പറഞ്ഞു. ഞാൻ ബലം എന്നെ പിടിച്ചു. എനിക്ക് പ്രശ്നമായി വന്നു. എന്താണ് വാതിൽ തുറക്കാത്തതെന്ന് കൂടെയുള്ള സ്ത്രീ ചോദിച്ചു. എനിക്ക് എല്ലാം മനസ്സിലായി. ഞാൻ 2 കുട്ടികളുടെ ഉമ്മയാണെന്ന് പറഞ്ഞു. വേറെ കാര്യമാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞ് അയാൾ പോയി. പിന്നീട് ഈ കേസ് സംബന്ധിച്ച് നിയമ നടപടികൾ ഉണ്ടായില്ല. വീണ്ടും പരാതി കൊടുത്ത് DSP ബെന്നിക്ക് നൽകി. DVSP ബെന്നി പരാതി മുഴുവൻ വായിച്ചു. അത് തേഞ്ഞു പോകില്ലല്ലോ, ഇതിവിടെ തന്നെ കാണുമല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് വെറുതെ പറഞ്ഞതാണെന്നും പറഞ്ഞ് ചിരിച്ചു. കുറെ നാൾ അതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. പിന്നീട് DVSP സാധാരണ ഡ്രസ്സിൽ വീട്ടിൽ കയറി വന്നു. ഒരു വിഷമകരമായുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവര് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഇവര് പറയുന്നുണ്ട്. അപ്പം ഇവരും ഇത്തരത്തിൽ ഇവരോട് മോശമായി പെരുമാറാനാണ് പറയുന്നത്. ഇവരെ സ്ത്രീകളുടെ ബിയറൊക്കെ കുടിപ്പിച്ചു എന്നൊക്കെയാണ്. പുറം ലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഞാൻ അതിന് അപ്പുറം പോകില്ലെന്നാണ് SP പറഞ്ഞത് എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇതാണ് പരാതി. അതെ, വലിയ നോട്ടാണുള്ളത്. ഇത് എന്റെ ഒതന്റിസിറ്റി എനിക്ക് അറിയില്ല. മേഖലയിൽ നടക്കുന്ന ക്രൂരത സത്യമാണെങ്കിൽ ഈ നിയമം സംരക്ഷിക്കേണ്ട പോലീസുകാർ തന്നെ അത് പരാതി കൊടുത്തപ്പം ആ പരാതി കൊടുത്തപ്പോ അയാളും എന്ത് ഭയങ്കര ക്രൂരാണ് അത്. നിയമം സംരക്ഷിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ കയ്യിലെടുക്കുമ്പോൾ ആരാണ് ഇവിടെ സുരക്ഷിതരെന്ന് നമ്മൾ ചിന്തിക്കണം. എത്തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ ചുറ്റും ഉള്ളതെന്ന് ഇതിപ്പോ ഒരാള് മുമ്പോട്ട് വന്ന് പറഞ്ഞു ഇതുപോലെ എത്ര പേർക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എനിക്കാണെങ്കിൽ പോലും എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഫോൺ വിളിച്ചപ്പോ പിന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യം. എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലീസ് തന്നെ അങ്ങനെ പലർക്കും അങ്ങനെ നേരിടുന്നുണ്ടോ. അപ്പം പലപ്പോഴും പോലീസുകാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെ ഇവരൊക്കെ പെരുമാറുന്നത്. അപ്പം നമ്മൾ പരാതി കൊടുക്കാനായിരിക്കും. അതെ, ഇപ്പൊ ഈ പരാതി നമ്മൾ പറഞ്ഞില്ലേ, ഈ പരാതിയിൽ അടിസ്ഥാനരഹിതമാണ് പരാതി എന്ന രീതിയിൽ ബെന്നിയും ബാക്കിയുള്ള പോലീസായിട്ടുള്ള അദ്ദേഹവും ബാക്കിയുള്ള ആളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് ഉള്ളതാണ്. അപ്പം വളരെ ക്രൂരമായിട്ടുള്ള ഒരു പീഡനത്തിന്റെ ഒരു പരമ്പര സ്ത്രീക്ക് ഉണ്ടായ രീതിയിലാണ് ഇപ്പൊ സ്ത്രീ മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് ഒരു ഈ പറഞ്ഞ വിമർശനങ്ങൾ പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞത് പ്രതികാരം തീർക്കാൻ പറഞ്ഞതാണ് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന പോലെ തന്നെയാണ് ചോദിക്കാനുള്ളത്. ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളെല്ലാം ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ആരുടെ അടുത്താണ് പരാതി പറയുക? ഒരു SI റാങ്കിലുള്ള CA റാങ്കിലുള്ള ഒരാളുടെ ഒരു പ്രശ്നത്തിനെ പറ്റി നമ്മൾ പരാതി പറയുന്നു. അപ്പൊ നമ്മൾ അടുത്ത ആളുടെ അടുത്ത് പോകുന്നു, അയാളുടെ അടുത്ത് അതേ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. നമ്മൾ വേറെ ആളുകൾക്ക് പോകുന്നു. അതെ, ഈ പരാതി 2002 കിട്ടിയ ഒരു പരാതിയാണ്. അപ്പൊ 2020 അപ്പൊ ഇത് ഇന്നലെ ഉണ്ടായ ഒരു കാര്യമല്ല, കഴമ്പെന്നാണ് പോലീസുകാരൊക്കെ പറയുന്നത്. പക്ഷെ ഇത്രയും ആളുകൾക്കെതിരെ ഒരാൾ പരാതി പറയാൻ അയാൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഒരു തെളിവില്ലാതെ അറിയില്ലല്ലോ. അത് അറിയാം, തെളിവുണ്ടെങ്കിൽ DVSP ബെന്നി പറഞ്ഞിട്ടുള്ളത് ഈ യുവതിയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ ആളുകൾ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലൊക്കെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ഡീൽ ചെയ്യുകയും അതിനെയൊക്കെ സോൾവ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്
ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇത് ഇനി ഇത് എന്താവോ എങ്ങനെയാവോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പം ഈ പോലീസുകാരെ കുറിച്ച് പറഞ്ഞു വന്നത്. നമ്മൾ ആദ്യം പോലീസുകാരിലെ ക്രിമിനലുകളെ പറ്റി ജസ്റ്റ് പറഞ്ഞു പോവുകയായിരുന്നെങ്കിൽ പോലും വളരെ വലിയ ആണ് DYSP, SP റാങ്കിലുള്ള CA റാങ്കിലുള്ള ആളുകളെ പറ്റിയിട്ടൊക്കെ വരുന്നത്. ഇതെങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. എങ്ങനെയായാലും ആരുടെ അടുത്ത് നീതി പറയൂലേ, ആരുടെ അടുത്ത് നീതി ചോദിക്കും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അല്ല, ഹേമ കമ്മിറ്റി അപ്ഡേറ്റ്സുകളുണ്ട്. ഹേമ കമ്മിറ്റിയിലെ അപ്ഡേറ്റിൽ പറയുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആ ഒരു കൊടുങ്കാറ്റിന്റെ വന്നതാണ് നിവിൻ പോളിക്കെതിരെയുള്ള ഒരു അക്യൂസിഷൻ. അപ്പം ആ കേസ് അല്ലെങ്കിൽ ആ പരാതി വ്യാജമാണെന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരിക്കണം. കാരണം അദ്ദേഹം ടിവിയിലൊക്കെ പുള്ളി പറയുന്ന ഒരു കാര്യം, ആ സമയത്ത് എന്റെ കൂടെ ഇന്ന ആളുണ്ടായിരുന്നു അല്ലെങ്കിൽ നിവിൻ പോളി ഉണ്ടായിരുന്നു, അത് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാന്നുള്ള രീതിയിൽ ആ ഒരു കേസ് അവിടെ തന്നെ എന്താ പറയാ ഒരു ഇതായിട്ട് വരുന്നുണ്ട്. അതെ, റിയൽ നമ്പർ. അപ്പം അതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല വാർത്തകളും പലരും ചെറിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. സിനിമ നയരൂപീകരണത്തിന്റെ ആ സമിതിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് നമ്മുടെ നടൻ മുകേഷിന് ഏറ്റവും കൂടുതൽ അക്യൂസിഷൻ വന്നിട്ടുള്ള മുകേഷിനെതിരെയാണ്. അന്നും ഇന്നലെയും അല്ല, അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മുതൽ അക്യൂസിഷൻ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തെ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത്ര വലിയ കാര്യം. അതേസമയം മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ പ്രെഡിക്റ്റബിൾ, അതായത് കിട്ടൂലോ, കിട്ടാതിരിക്കില്ലല്ലോ. പിന്നെ നടൻ ജയസൂര്യക്കെതിരെ ലൈംഗിക അതിക്രമ കേസില് ലോക്കൽ പോലീസിനെ മാറ്റി നിർത്തി തെളിവെടുപ്പ്. നടൻ ജയസൂര്യ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പരാതി നൽകിയ നടിയെ ഇടയാർ MTAയിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ ലോക്കൽ പോലീസിനെ മാധ്യമങ്ങളെ മാറ്റി നിർത്തി. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 2:30 നടിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ കൂത്താട്ടുകുളം പോലീസിനെ ഉള്ളിൽ പ്രവേശിപ്പിച്ചില്ല. പിറവം കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെ ഗേറ്റിനുള്ളിലേക്ക് കടത്തി വിടരുതെന്നും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പൊ ജയസൂര്യയുടെ പരാതി നടിയുടെ മൊഴി എടുത്തിട്ടുണ്ട് എന്ന കാര്യമാണ് അതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള അഡ്വക്കേറ്റ് P. സജിയാണ്. സിനിമ ഷൂട്ടിങ്ങിന്റെ സെറ്റുകളിൽ പരിശോധന നടത്തണം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പം വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പറഞ്ഞിട്ടുള്ളത്. ഈ വിവാദമൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത്. ആ വിവാദങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, അത് വരാതിരിക്കില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് ജോസൻ പറഞ്ഞതുപോലെ ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ വായിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തലുകൾ സിനിമ മേഖലയ്ക്ക് ഒരു വെല്ലുവിളിയാകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ഓണത്തിന് വെറും 5 സിനിമകൾ മാത്രമാണ് ഇറങ്ങുന്നത്. ഏതൊക്കെയാ അറിയാമോ? ഏതൊക്കെയാ? കിഷ്കിന്ധാകാന്ഡം ആരാണ്? വിജയരാഘവനും പ്രധാന കഥാപാത്രത്തിലെത്തുന്ന കിഷ്കിന്ധാകാന്ഡം ഈ മാസം 12-ാം തീയതി തിയേറ്ററുകളിൽ. തിയേറ്റർ 12-ന് സിനിമ വരും. സിനിമയെ തകർക്കാൻ എല്ലാവരും പോയി കാണണം. മറ്റുള്ള സിനിമ എന്ന് പറയുന്നത് ടൊവിനോ തോമസിന്റെ അജയന്റെ 2ാം മോഷണം. ടൊവിനോയും ഐശ്വര്യലക്ഷ്മി, ഐശ്വര്യ സുരേഷ്, അതെ. അതേപോലെ തന്നെ ആന്റണി വർഗീസ് പെപ്പന്റെ കണ്ടൽ, ആസിഫ് അലി കിഷ്കിന്ധാകാന്ഡം, പിന്നെ ജോർജിന്റെ പണി, ഒമർ ലുലു സംവിധാനം ചെയ്തിട്ടുള്ള ബാഡ് ബോയ്സ് തുടങ്ങിയ ചിത്രങ്ങളാണ് ഓണത്തിനോടനുബന്ധിച്ചുള്ള റിലീസായി എത്തുന്നത്. റഹ്മാൻ, പിന്നെ നമ്മുടെ മലയാളിച്ചാന്റെ പേര് ബാബുവാനുണ്ട്. സോറി, എനിക്ക് വലിയ ഫാൻ അറിയാണ്ട് പെട്ടെന്ന് വായിൽ കിട്ടാതെ. റിയാസ് ഖാൻ, സൽമാൻ ഖാൻ, സോറി ഡാവും. അപ്പൊ
ഒരുപാട് പേരുണ്ട് അതിനകത്ത്. വലിയൊരു താരനിര തന്നെ ഉണ്ട്. ശ്രീനിവാസ് ഉണ്ട്, ധ്യാനുണ്ട്, അപ്പം അജു വർഗീസ് ഉണ്ട്. വർഗീസ് ഉണ്ട്. പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമകളെ കൈവിടാതിരിക്കുക. സിനിമയിലുള്ള എല്ലാ പുഴുക്കുത്തുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ സിനിമയെ കൈവിടരുത്. ഇന്നലെ തന്നെ കണ്ടില്ലേ ഗോട്ട് ഇറങ്ങിയിട്ട് എന്തോരം ആൾക്കാരായിരുന്നു. അതെ അതെ. അപ്പം ഈ ഗോട്ടിനൊക്കെ കൊടുക്കുന്ന തമിഴ് സിനിമകൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി മലയാള സിനിമകളെയും കാണണം. ഈ ഒന്നോ അക്യൂസിഷനിൽ വരുന്ന ആളുകളല്ല മലയാള സിനിമ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പം സിനിമ കാണുക, അതിന്റെ ഒപ്പം തന്നെ പ്രോത്സാഹിപ്പിക്കുക. നല്ല സിനിമകൾ ഓണത്തിന് സിനിമ കാണണം, എല്ലാ സിനിമയും കണ്ടില്ലെങ്കിൽ പറ്റുന്ന സിനിമ കാണണം, എല്ലാ സിനിമയും കണ്ടില്ലെങ്കിൽ കൃഷ്ണ. അതെ, ഓക്കെ. അപ്പൊ അതാണ്. അപ്പം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പ്രധാന വാർത്തകൾ ഇതാണ്. ബാക്കിയുള്ള വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഭദ്രഭൂമിയിലെ ഒരു വലിയ പരസ്യമുണ്ട്. 100 മണിക്കൂർ മെഗാ ഡിസ്കൗണ്ട് സെയില് ഓപ്ഷനില്. ഇത് രാവിലെ 10 മുതല്. അജീവരുതേ അടുത്തത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. പരസ്യം അതെല്ലാം ആവശ്യമാണ്. പക്ഷെ വേണമെന്ന് നോക്കുന്നൊക്കെ കണ്ടു. എത്ര വീട്ടിൽ അതുപോലെ നോക്കുന്നു. അത് തന്നെയാണല്ലോ അതിന്റെ ലക്ഷ്യം. പക്ഷെ ഇത് ഫ്രണ്ട് പേജ് കൊടുക്കുന്ന ഔചിത്യം ഒരുമാതിരി ആൾക്കാരെ പോലെ പറയുന്നത്. പിന്നെ അമേലും ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട്. 70% ഓഫ് ഉണ്ട്. പത്രക്കാര് മറ്റേ രീതിയില് പറയണേ ഇങ്ങനെ ഞങ്ങൾക്ക് ആകെ വായിക്കുന്നില്ല. ആകെ പരസ്യം എങ്ങനെ. പിന്നെ ഓപ്ഷനിൽ എല്ലാരും ഇന്ന് പോയി കഴിഞ്ഞാൽ മെഗാ ഡിസ്കൗണ്ട് ഉണ്ട്. അതെ, എല്ലാത്തിനും നല്ലൊരു ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്സിജൻകാർ ഞങ്ങൾക്കും കുറച്ച് പൈസ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ നടത്താം. ഞങ്ങളുടെ വാർത്ത കാണാൻ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. 1, 2, 3, 4-ാമത്തെ പേജിലാണ് മാധ്യമ. 4 പേജിലാണ് പ്രധാന വാർത്തകൾ. കുഴപ്പമില്ല. അവര് വളരെ കാര്യമായിട്ട് മാതൃഭൂമി കാര്യമായിട്ട് അടികൊള്ളുന്ന അബിന്റെ പടം വെച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ സംഘർഷ നേതാക്കൾ അടക്കം ഫോട്ടോ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു. അവിടെയും അഭിവർക്കിയുണ്ട്. അഭിവർക്കിയാണ് മെയിൻ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വാർത്തകളിലേക്ക് പതിയെ പോയാലോ? ഓക്കെ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. അമേരിക്കയിലെ ടീനേജുകാരുടെ, അമേരിക്കയിൽ നിന്നല്ല യൂറോപ്പിൽ നിന്ന് നമ്മൾ കൂടുതലായി കേൾക്കുന്നതാണ്, ഇടയ്ക്കൊക്കെ ഇന്ത്യയിൽ നിന്നും കേൾക്കാറുണ്ട്. ടീനേജുകാരായിട്ട് കുട്ടികളുടെ വെടിവെപ്പുകൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഉണ്ടാവുന്ന വെടിവെപ്പ്. കുട്ടികൾ തന്നെ ആയിരിക്കണമെന്നില്ല, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊരു അല്ലല്ല, അതൊരു ഫേക്ക് എന്ന് പറഞ്ഞിരുന്നു. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അമേരിക്കയിൽ. അപ്പൊ അമേരിക്ക ജോർജിയയില് സ്കൂളിൽ നിന്ന് വെടി 4 പേര് കൊല്ലപ്പെട്ടിരിക്കുന്ന എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. വെറും 14 വയസ്സ് മാത്രമുള്ള വിദ്യാർത്ഥിയുടെ വെടിയേറ്റാണ് 2 സഹപാഠികളും 2 അധ്യാപകരും മരിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് എപ്പോഴും ഒരുപാട് വാർത്തകളോ അല്ലെങ്കിൽ പഠനങ്ങളോ ഒക്കെ വരുന്ന കാര്യമാണ് ഈ കുട്ടികളുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ പലപ്പോഴും ഇവരുടെ ഒരു ഡിപ്രഷൻ ഫീച്ചറുള്ള കുട്ടിയായിരിക്കും അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള കുട്ടികളായിരിക്കാം. ഇത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നൊരു കാര്യം ഇന്നും ഉണ്ട്, നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അമേരിക്കയിൽ ഈ ആയുധങ്ങൾ മേടിക്കുക അല്ലെങ്കിൽ തോക്കൊക്കെ മേടിക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യം. അപ്പം ഈ ഒരു കാര്യം ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളുടെ ഇത് ഇന്നും ഇന്നലെ അല്ല, യൂറോപ്പിലെ പല സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പാറ്റേൺ ഫോളോ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പം ഈ 14-കാരനായിട്ടുള്ള കുട്ടി സ്വന്തം കൂടെ പഠിക്കുന്ന കുട്ടികളെയും അധ്യാപകരെയാണ് വധിച്ചിട്ടുള്ളത്. അതിന്റെ ഒപ്പം തന്നെ 9 പേരാണ് ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. കോഡ് ഗ്രേ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആക്രമണം നടത്തിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഓക്കെ. അപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജാക്സൺ കൗണ്ടിയിലുള്ള 13 വയസ്സുള്ള ആൺകുട്ടി പിതാവിനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതും അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് വെടിവയ്പ് നടത്തുമെന്ന് ഭീഷണിക്കൊള്ളതായിട്ടും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പ്രസിഡന്റ് ജോ ബൈഡൻ അതുപോലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കമല ഹാരിസും ഇതിനെ വളരെ എന്താ പറയാ അപലപിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഈ വർഷം US നടക്കുന്ന 385-ാമത്തെ കൂട്ടവെടിവയ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു വർഷം നടക്കുന്ന 385-ാമത്തെ കൂട്ടവെടിവയ്പ്പാണ്. ഇതില് 11,500 പേരിലധികം വെടിയേറ്റ് കൊല്ലപ്പെട്ടു പറയുന്നത്.
പലപ്പോഴും അത്തി കൊല്ലപ്പെടുന്നതിന്റെ കൂടെ അല്ലാതെ ഇപ്പൊ സ്കൂളുകളിൽ നടക്കുന്ന ഒരു ഇത് ഭയങ്കര ഒരു കാര്യമാണ്. പറയുമ്പോ തന്നെയാണ് നാഗ വെടിനിർത്തൽ കരാർ കേന്ദ്രം 1 വർഷം കൂടി നീട്ടി. അതായത് ന്യൂഡൽഹി നാഗ തീവ്രവാദി സംഘടനയായ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് വെടിനിർത്തൽ കരാർ കേന്ദ്ര സർക്കാർ 1 വർഷത്തേക്ക് കൂടി നീട്ടി. അതായത് ആ സോഷ്യലിസ്റ്റ് തീവ്രവാദി പറയാം, അവര് വെടിവെക്കുന്നതിനായിട്ട് കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. 1 വർഷത്തേക്ക് ഇനി ഞങ്ങൾ വെടിവെക്കില്ല എന്നുള്ളൊരു കരാറുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നല്ല വെടിവെക്കുന്നുള്ളത് കരാർ നല്ല കാര്യമാണ്, അത് മോശം മനസ്സിലാവുന്നില്ല. കാരണം കേന്ദ്ര സർക്കാർ ഒപ്പിട്ട് കൊടുത്ത വെടിവെക്ക് കൊടുക്കില്ല എന്ന്. ഇവരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്താൽ ഇവരുടെ പിടിച്ചെടുക്കേണ്ടതിന് പകരം ഇവരെ ഒപ്പിട്ട് കൊടുത്തേക്കുവാണ്. ഒരു കൊല്ലത്തേക്ക് ഇനി ഇത് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം. അടുത്ത കാര്യം എന്ന് പറയുന്ന ഒരു വിഷയം എല്ലാവരും എപ്പോഴും ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ അതായത് 16 വർഷത്തിന് ശേഷം ഉന്നയിക്കപ്പെട്ട ഒരു ബലാത്സംഗ പരാതിയില് പ്രഥമ ദൃഷ്ട്യ അത് വിശ്വാസയോഗ്യമല്ലെന്ന് ഹൈക്കോടതി. ഒരുപാട് ആളുകളുടെ ഏറ്റവും വലിയൊരു ഇതാണ് ഇതിങ്ങനെ ആരോപണം പറഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ നമുക്കത് തിരുത്താൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ പെട്ടുപോകും എന്നൊക്കെ ഉള്ള രീതിയിൽ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നിയമവും നമ്മുടെ ബാക്കി കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് തെളിവുകളോ മറ്റും ഉണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സഹായം ചെയ്ത് നൽകുമെന്നതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് 16 വർഷം മുമ്പ് നടന്നതാണ്. അതിനൊരു ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിട്ട് പരിഗണിച്ചാണ് കോടതിയുടെ നിരീക്ഷണം. അത് അങ്ങനെയാണ് ഒരു ബിജു പി വിദ്യക്കെതിരായിട്ടുള്ള ബലാത്സംഗ കേസ് കോടതി റദ്ദാക്കിയിട്ടുള്ളത്. പ്രതി 2001 ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു യുവതിയുടെ പരാതി. എന്നാൽ ഈ കേസിലാണ് ഇപ്പം ഒരു വിധി വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും നേരം വൈകിയത് കൊണ്ടും അതേപോലെ തന്നെ അതിലൊരു എന്താ പറയാ വിശ്വാസയോഗ്യമല്ല കോടതിക്കും ബോധ്യപ്പെട്ടത് കൊണ്ടുമാണ് ഈ കേസ് റദ്ദാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ 20 ലക്ഷം രൂപ പരാതിക്കാരി കടം വാങ്ങിയത് തിരികെ നൽകിയിട്ടെന്നും പ്രതി ബോധിപ്പിച്ചിട്ടുണ്ട്. അതുകൂടി പരിഗണിക്കുമ്പോൾ ഒരു ഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ് പരാതിക്കാരിയുടെ ആരോപണം എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പല ആളുകൾക്കുള്ള ഒരു റിമൈൻഡർ കൂടിയാണിത്. കള്ള തരത്തിലാണെങ്കിൽ നമുക്കറിയില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അക്യൂസിഷൻ കാര്യമാണെങ്കിൽ നമുക്ക് തെളിയിക്കാൻ, നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത്തരം തെളിവ് നമ്മുടെ വരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് അയ്യോ ഇതുകൊണ്ട് തീർന്നു എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അക്യൂസിഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ കോടതിയും നിയമവും ഒക്കെ നമുക്ക് നമ്മളെ സഹായത്തിന് ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. പ്രതിക്കെതിരായിട്ടുള്ള ഇപ്പം ഈ പറഞ്ഞ കേസ് ചുമത്തിയത് ിട്ടുണ്ട്. ബന്ധം ഉദ്ദേശസമ്മർദ്ദ പ്രകാരമാണെന്നും പ്രതിയിൽ നിന്ന് പണം കൈപ്പറ്റിയതുമല്ല കോടതി അത് പറഞ്ഞു ഈ ഒരു വിധിയിലോട്ട് വന്നിട്ടുള്ളത്. അപ്പം അതൊരു പല ആളുകൾക്കിടയും ടെൻഷൻ കുറച്ച് കുറയ്ക്കാൻ സഹായിക്കുമെങ്കിൽ അത് സഹായിക്കട്ടെ. അതേപോലെ തന്നെ വേറെന്താ ബന്ധപ്പെട്ട ഒരു തന്നെയാണ് നമ്മുടെ കൽക്കട്ടയിലെ ന്യൂസ്. ഡോക്ടർ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേന്ന് പ്രിൻസിപ്പൽ ഒളിച്ചു പണിക്ക് നിർദ്ദേശം നൽകി. അതെ. അപ്പം ഈ ദിവസങ്ങളില് ഈ നമ്മുടെ കവർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ആയിട്ടുണ്ട് സന്ദീപ് ഘോഷിനെ മണിക്കൂറുകൾ നീണ്ട ഒരു ക്വസ്റ്റ്യനിങ്ങിന് ശേഷമാണ് അദ്ദേഹത്തിന് അവര് അറസ്റ്റിലാക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട ലീഡുകളിലേക്ക് എത്തിയത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ ഒരു പ്രതികൂടാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ അപകടം നടന്നതിന്റെ തൊട്ടടുത്ത സമയത്ത് തന്നെ വളരെ അടുത്ത് തന്നെ ഈ അപകടം ആണെങ്കിൽ തൊട്ടടുത്തുള്ള ശുചിമുറിയും കുളിമുറിയും റൂമുകളും ഒക്കെ അടക്കം എന്തിന് അത് ഒരു പുനരുദ്ധാരണത്തിന് ഒറ്റയടിക്ക് ശ്രമിച്ചേക്കാണ്. അപ്പൊ അത് തന്നെ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രം അതെ അത് തന്നെ നിങ്ങൾ പറഞ്ഞു തന്നെ. അപ്പം അത് ഒരു കാരണം. ഈ നവീകരണ പ്രവർത്തനങ്ങൾ അപ്പോൾ നടത്തേണ്ട കാലം. കാരണം നമ്മുടെ ഹോസ്റ്റലിൽ ഒരു കുഞ്ഞ് മരിച്ചിരിക്കുകയാണ്. അതിനെപ്പറ്റി പോലും ചിന്തിക്കാൻ പറ്റാതെ നമ്മൾ ഇത് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോ അതൊരു കാര്യമാണ്. ആ ഒരു കേസ് അതേപോലെ തന്നെ ഈ ഹോളിനോട് ചേർന്നുള്ള മുറിയിലും ടോയ്ലറ്റിലും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതിനും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ ക്രമക്കേടുകൾ നടത്തിയതിനുമാണ് ഇപ്പൊ സന്ദീപ് ഘോഷിനെ അപ്പം അറസ്റ്റിലോട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് ഈ ഒരു കാര്യങ്ങൾ എത്തുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത്. കാരണം വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ്
അന്ന് അപകടം നടന്നപ്പോൾ മുതൽ ഈ മനുഷ്യൻ സ്വീകരിച്ചിട്ടുള്ളത്. കുഞ്ഞു മരിച്ചു, ഈ ലേഡി ഡോക്ടർ ആത്മഹത്യ ചെയ്തതാണെന്നാണ് കുടുംബത്തിനെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇയാളുടെ പല കാര്യങ്ങളും ഈ അക്യൂസിഷൻ നീളുന്നത് ഈ ഒരു സിസ്റ്റം തന്നെ എഗനസ്റ്റ് ആവാൻ മാത്രം അത്രയും പവർഫുൾ ആയ ആരോ ഉള്ളത് കൊണ്ടാണ് ചെയ്യാൻ പറ്റിയതെന്നാണ് ഒക്കെയാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരമുള്ള ഒരു വാർത്തകളാണ്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും ചില സമയത്ത് അറിയില്ല. എന്റെ ഫ്രണ്ട് അവളുടെ ഒരു ദുരനുഭവം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പിതാവിന് അവരുടെ അച്ഛന് ആ സമയത്ത് ക്യാൻസർ ആയിരുന്ന സമയത്ത് അപ്പം ഈ റൂമിൽ നമ്മൾ ആളുകളെ പറയുന്നതിന് സങ്കടം വരുന്നു. അപ്പൊ നമ്മൾ റൂമിൽ അച്ഛൻ ക്യാൻസർ ആണ്, അപ്പൊ അദ്ദേഹത്തിന് ചികിത്സ വേണം. അപ്പൊ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി റൂമിലോട്ട് വരുമ്പോൾ ആ റൂമിൽ ഉണ്ടാക്കുന്ന ആളുകൾ മോശമായിട്ട് പെരുമാറുകയാണ്. അതായത് ഹോസ്പിറ്റലിന്റെ സ്റ്റാഫ് സ്വന്തം വയ്യാതിരിക്കും. അപ്പൊ അത്രയും മെന്റൽ പ്രഷർ സഹിച്ചു വരുന്ന ഒരാളുടെ അടുത്താണ് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കും ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായിട്ടൊക്കെ ആളോട് പെരുമാറാൻ സാധിക്കും. ഒരു നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വേദനയിലൊക്കെ ആളുകളോട് പെരുമാറാൻ സാധിക്കും എന്നൊക്കെ അത്ഭുതപ്പെടുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ആ വിഷയങ്ങളെ സാധൂകരിക്കുന്ന പോലെയാണ് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ഇപ്പോ ലക്നൌവിൽ നിന്ന്, അതായത് ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വരുന്ന ഇത്തരത്തിലൊരു വാർത്തയാണ്, വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം രോഗിയായിട്ടുള്ള ഭർത്താവിന്റെ ഒപ്പം പോയ സ്ത്രീയെ ആംബുലൻസിൽ അതെ ആ രോഗിയുടെ ഭാര്യ ഭർത്താവിനെ കൊണ്ട് പോവാണ് ഹോസ്പിറ്റലിൽ. ആ സ്ത്രീയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിക്കുകയും പിന്നീട്, അതായത് ആംബുലൻസിന്റെ സഹായിയും ആംബുലൻസ് ഡ്രൈവറുമാണ് ഇവരോട് ഈ ക്രൂരത ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഭർത്താവിന് ഓക്സിജൻ മാസ്ക് വെച്ചിട്ടാണ് പോകുന്നത്. ആ ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ ആ മാസ്ക് വരെ മാറ്റിയിട്ട് അവരെ റോട്ടിൽ ഇറക്കി വിട്ട് പോവുക. ഒന്ന് ആലോചിക്കാതെ മരിച്ചുപോയി പിന്നീട്. അപ്പം അത്രയും ക്രൂരതയോടൊക്കെയാണ് നമ്മുടെ ആളുകൾ പെരുമാറുന്നത്. ഒരാൾ എത്രമാത്രം ഒരു ടെൻഷനിലൂടെയും ഹസ്ബൻഡ് മരിക്കാൻ കിടക്കുകയാണ് അവര്. അപ്പം അവരോടൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ. അതെ. ഈ ഓഗസ്റ്റ് 29-നായിരുന്നു ഒരു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. പരാതിക്കാരുടെ ഭർത്താവ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അസുഖബാധിതനായ ഹോസ്പിറ്റലായിരുന്നു. അപ്പം സാമ്പത്തികമായിട്ടുള്ള കാരണം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു അയാളെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഗസീപൂരിൽ നിന്ന് ഒരു സ്വകാര്യ ആംബുലൻസ് വിളിച്ചു പോരുമ്പോഴാണ് ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. സ്ത്രീയുടെ മുൻവശത്ത് സീറ്റിലിരിക്കാൻ ആവശ്യപ്പെട്ടു. സ്ത്രീ മുൻസീറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ രാത്രികാലത്ത് പോലീസിന്റെ പരിശോധന ഒഴിവാക്കാമെന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് ഇവരെ ശാരീരികമായി ഉപദ്രവിക്കുകയായിരുന്നു. പരാതിക്കാരി അതിക്രമത്തെ എതിർത്തെങ്കിലും പ്രതികരില്ല. സംഭവം കണ്ട സഹോദരനും രോഗിയായ ഭർത്താവും വെച്ചെങ്കിലും ഇവര് ഉപദ്രവം തുടർന്നു. പിന്നാലെ ഡ്രൈവർ പ്രധാന റോഡരികിൽ ആംബുലൻസ് നിർത്തി ഭർത്താവിന്റെ മുഖത്ത് ഘടിപ്പിച്ചിരുന്ന ഓക്സിജൻ മാസ്ക് മാറ്റിയെന്നും ഭർത്താവിനെ ആംബുലൻസിൽ ഇറക്കി വിട്ടെന്നുമാണ് ആരോപണം. സ്ത്രീയുടെ സഹോദര പ്രതികൾ മുൻവശ ക്യാമ്പിൽ പൂട്ടിയിട്ടു. തുടർന്ന് സ്ത്രീ ലൈംഗികമായി ഉപദ്രവിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന പൈസയും അപ്പൊ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാനൊക്കെ അടക്കം ഒത്തിരി സ്ത്രീകൾ എപ്പോഴും കേൾക്കുന്ന രാത്രി പുറത്തിറങ്ങി നടക്കരുത്, ഡ്രസ്സ് അങ്ങനെ ഇടരുത്, ഇങ്ങനെ ഇടരുത്, ആൺകുട്ടികളില്ലാതെ പുറത്തിറങ്ങരുത് എന്നൊക്കെ നമ്മൾ പറയുന്ന സ്വന്തം ഭർത്താവ് ഉള്ളപ്പോൾ ആളുകളുടെ ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങണ്ടേ എന്നുള്ള ചോദ്യം. സ്വന്തം ഭർത്താവ് ഉള്ളപ്പോൾ, സഹോദരനുള്ളപ്പോൾ അവര് ഒരു അനാവശ്യം പുറത്തിറങ്ങി നടന്നാൽ അവരുടെ ഭർത്താവിന്റെ ജീവന് വേണ്ടി ഇറങ്ങുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സമൂഹം ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. ഇതൊക്കെ ആളുകളുടെ ക്രൂരതയാണ്. അപ്പം ആ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ വസ്ത്രധാരണത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കോ ശ്രദ്ധിക്കാതെ ആളുകളുടെ മനസ്ഥിതി, അത്തരത്തിൽ ആളുകളെ ചിന്തിക്കുന്ന അവരുടെ ആ ഒരു മാനസിക സ്ഥിതിയെ മനസ്സിലാക്കുക എന്നുള്ള എൻ്റെ ഒരു ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ുമായി ബന്ധപ്പെട്ട് വേറൊരു വാർത്തയുള്ളതെന്ന് പറയുകയാണെങ്കിൽ, വിക്കിപീഡിയയോട് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ത്യയോട് താല്പര്യം ഇല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കരുത്. അതെന്താ കാര്യം? പൊയ്ക്കൂടെ, റോസൊക്കെ ഇഷ്ടമില്ലെങ്കിൽ റോസ് കിട്ടി പൊയ്ക്കോളെ, അങ്ങനെ പറ്റത്തില്ലല്ലോ. അതെന്തുകൊണ്ടാ ജോസ്മിൻ അങ്ങനെ പറഞ്ഞത്? വാർത്താ ഏജൻസിയായ NIA കുറിച്ചുള്ള വിവരങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തിരുത്തലുകൾ വരുത്തിയതിന് ആരെന്ന് വെളിപ്പെടുത്തുന്നതിന്റെ പേരിൽ വിക്കിപീഡിയക്കെതിരെ കോടതി അലക്ഷ്യ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്.
അതായത് ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കാത്തതിനെതിരെ ഡൽഹി ഹൈക്കോടതി വിക്കിപീഡിയക്ക് മുന്നറിയിപ്പ് നൽകിയത്. എന്ത് നിയമം പാലിക്കാത്ത? അതായത് ഈ വാർത്താ ഏജൻസിയായ NIA കുറിച്ചുള്ള വിവരങ്ങൾ തിരുത്തലുകൾ വരുത്തിയത് ആരാണെന്ന് വെളിപ്പെടുത്താത്തതിന്റെ പേര്. അതായത് അത് ആരാണെന്ന് വിക്കിപീഡിയ കാണിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. നിങ്ങൾ ഇന്ത്യയോട് താല്പര്യമില്ലെങ്കിൽ ദയവായി ഇവിടെ പ്രവർത്തിക്കരുത്, ബ്ലോക്ക് ചെയ്യാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. നമ്മൾ വിക്കിപീഡിയ ഒക്കെ മാക്സിമം ഇന്ത്യയിൽ എത്ര പേര് ചെയ്യുന്നതാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ വിക്കിപീഡിയയാണ്. ഇൻഫർമേഷൻ എടുക്കണമെങ്കിൽ ആവശ്യമായിട്ട് വരും. പ്രൊജക്ട് ചെയ്യണമെങ്കിൽ വിക്കിപീഡിയയാണ്. ഒരാളെ പറ്റി വിക്കിപീഡിയ വിക്കിപീഡിയ അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു നോളജ് ഇല്ലേ. ഇപ്പൊ നമ്മള് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അലടികൾ ഒഴുകുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇപ്പൊ തമിഴ് സിനിമയിലായിക്കോട്ടെ, വിശാൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല ആളുകൾ സമാന്തയൊക്കെ വളരെ കാര്യമായിട്ട് ഈ വിഷയത്തെ അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളാണ്. അപ്പം ബംഗാൾ സിനിമയിൽ ഇത്തരത്തിലുള്ള അലയടികൾ ഉണ്ടാവണം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം തമിഴിലെ തന്നെ ഒരു ലീഡിങ് സംവിധായകനെതിരെ സൗമ്യ എന്ന് പറയുന്ന നടിയുടെ ഒരു പരാതി കൂടി ഇപ്പം തമിഴകത്ത് നിന്ന് ഉണ്ടായി വരികയാണ്. അപ്പം നമ്മുടെ മോളിവുഡില് ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് ശേഷം അത്തരത്തിലുള്ള ഒരു വിപ്ലവം ബാക്കിയുള്ള സിനിമ മേഖലകൾ ഉണ്ടാവുന്നത്. ഈ ലേഡിയെ അല്ലെങ്കിൽ ഈ നടിയെ 18 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ലീഡിങ് സംവിധായകൻ പോലെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ ഇവരെ സമീപിച്ചുകൊണ്ടിരുന്ന സംവിധായകൻ ക്രൂരമായിട്ടുള്ള ലൈംഗികവും അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള മാനസികവുമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നതിന് കാരണമായിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തലുകൾ വരികയാണ്. പല ഇൻഡസ്ട്രികളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി കണക്ട് ചെയ്ത് പോവുകയാണ്, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. അപ്പം അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമുക്ക് പറയാം. ദൈവമേ, 1 വർഷത്തോളം ഒക്കെ ഉപദ്രവിച്ചതെന്നാണ് ഇവര് പറയുന്നത്. അപ്പം അതെല്ലാം ഓരോ ദിവസവും ഞെട്ടിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, പുരുഷന്മാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അത് ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊക്കെ ഒരു സമൂഹമായിട്ടുള്ള മാറ്റം ഉണ്ടാവണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കാനഡയിലെ ഇപ്പോഴത്തെ ലീഡിംഗ് പാർട്ടി ആയിട്ടുള്ള സർക്കാരിനുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിക്കുള്ള പിന്തുണ NDP പിൻവലിച്ചിരിക്കുകയാണ്. അപ്പം ഇനി ഭരണ നേതൃത്വം കുറച്ച് അധികം വിയർക്കും. കാരണം അന്ന് ഓർക്കുന്നുണ്ട്, ഖാലിസ്ഥാൻ നേതാവായിട്ടുള്ള ജാറിന്റെ കൊലപാതകത്തിന് ശേഷം കാനഡ നമുക്കെതിരെ നടപടികളൊക്കെ എടുത്തിരുന്നു, ഇന്ത്യക്കെതിരെ. അല്ല, അതിന് കാരണം ഈ ജഗമത് സിംഗിന്റെ സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം എടുത്തത് എന്നാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലപാടെടുത്തതെന്നാണ് പറയുന്നത്. ഈ NDPയുടെ പിന്തുണ ഇല്ലാതായതോടെ ട്രൂഡോ സർക്കാർ എപ്പോൾ വേണമെങ്കിലും നിലനിർത്തുന്നൊരു അവസ്ഥയുണ്ടെന്നാണ് പറയുന്നത്. അതെ, അത് ഇത് വലിയൊരു വിഷയങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള പേരാണ് ഇപ്പൊ കാനഡ രാജ്യങ്ങളിൽ നിൽക്കുന്നതെന്ന് അറിയുമോ? അവിടുത്തെ ആൾക്കാർ ഇന്ത്യക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു 17% ആളുകൾ, ജനസംഖ്യാപരമായുള്ള ആളുകൾ കാനഡയിലുണ്ട്. അവരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാനും അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാനും അവർ തിരിച്ചയക്കാൻ തുടങ്ങി. ആക്ച്വലി 5% ആളുകൾ ഇപ്പൊ തിരിച്ചയക്കാൻ തുടങ്ങി. വിസയിൽ 50% വിസകൾ റിജക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ കാരണം അവിടെയും കനത്ത തൊഴിലില്ലായ്മയാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് നടക്കുന്നത്. യൂട്യൂബിന്റെ ചാനലുണ്ട്, കാണുക. അതെ അതെ. അതേപോലെ തന്നെ അപ്രതീക്ഷിത നീക്കവുമായിട്ട് എന്ന് പറയുന്നുണ്ട്. മിഷേൽ ബാർണിയർ ഫ്രഞ്ച് പ്രധാനമന്ത്രിയുടെ കാര്യത്തിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഫ്രഞ്ച് തെരഞ്ഞെടുപ്പിന് 2 മാസത്തിന് ശേഷം പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ബക്രീറ്റ് മധ്യസ്ഥനും പാർട്ടി നേതാവുമായിട്ടുള്ള മിഷേൽ ബർണിയറെയാണ് മാക്രോ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പം സർക്കാർ ഫ്രാൻസിൽ പുതിയ സർക്കാർ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. മോദിജി സിംഗപ്പൂരിലെ യാത്ര വാർത്തയില് അറിയിച്ചിട്ടുണ്ട്. അവസാനിച്ചല്ല, ഞാൻ അത് കണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് പറയണം. പക്ഷെ ഏത് അത് ആദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വിഷയം കൂടെ നമുക്ക് എന്റെ കയ്യിലുള്ളൊരു വിഷയം. ഓക്കെ, അതൊന്നും
ഓക്കെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ക്യൂട്ടല്ലേ നമ്മുടെ പ്രധാനമന്ത്രി? അതെ അതെ. ചിരിയൊക്കെ നോക്കിക്കേ. അങ്ങനെയല്ല പറഞ്ഞ ഭയങ്കര ചിരിച്ചു നിൽക്കും, ഭയങ്കര രസമാണ്. മോദി സൗത്ത് ഏഷ്യ മുഴുവൻ ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ 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 അതെ. തെക്കൻ ഏഷ്യയിലെ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുതുക്കുന്നതിന് അത് മലയാളത്തിൽ പറഞ്ഞല്ലോ. അപ്പൊ ബന്ധം പുതുക്കുന്നതിനും നയതന്ത്ര ബന്ധങ്ങളൊക്കെ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു വിദേശ യാത്രകൾ നടത്തുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, യുക്രൈനുമായിട്ടുള്ള റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇന്ത്യ നേരിട്ട് ഇടപെടണമെന്ന്, ഇന്ത്യയുടെ അടുത്ത ഒരു നിലപാട് വ്യക്തമാക്കണമെന്ന് റഷ്യ അറിയിച്ചതായി ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് അത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ, ഇല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് അതിന് കഴിയുള്ളൂ എന്നാണ്. ആ സാധനാണോ അതിനെ ദ്രൂറാട്ടി എടുത്തിട്ട് അലക്കിയതാണ് ആ സാധനത്തെ. മോദിജി അവിടെ യുദ്ധം നിർത്തിയെന്നുള്ള സാധനം അത് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷം, അങ്ങനെ ഉണ്ടെങ്കിൽ സന്തോഷം. അത്രമാത്രം നമുക്ക് റോൾ ഉണ്ടെങ്കിൽ ഇന്ത്യ മാസ്. ഇന്ത്യയോട് ഇടഞ്ഞ ബംഗ്ലാദേശ് സർക്കാർ ഇതിനെ മിണ്ടരുത്. നമ്മളാണോ അഭയം കൊടുത്തേക്കുന്നത്? അതിന്റെ പേരില് ബംഗ്ലാദേശിന് നമുക്കവിടെ ഒരു വിരോധമുണ്ടെന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഉടനെ തിരിച്ചയച്ചില്ലെങ്കിൽ ഇനി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അത് വഴിവെച്ചേക്കാന്നുള്ളൊരു ഭീഷണിയാണോ അറിയാം. എന്താണെങ്കിലും ഒരു ഇത് തന്നിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശം പോലെ തന്നിട്ടുണ്ട്. പരസ്യ വിചാരണ ചെയ്യണം, ബംഗ്ലാദേശ് അഫ്ഗാൻ ഇടയുമെന്നൊക്കെ ഉള്ള ഒരു ന്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഇന്ത്യയുടെ ാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനെ മിണ്ടരുത് എന്നുള്ള രീതിയിലുമാണ് ഈ വാർത്തകൾ പോകുന്നത്. ഇവരിങ്ങനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഇവരെ കൈമാറുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വരാത്ത പക്ഷത്തില് ഒരു പ്രശ്നമാകും എന്നുള്ള ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ഹസീന ഇത് ഇന്ത്യയിൽ വന്നിട്ടും പ്രതികരിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ഹസീനയെ വീട്ടിൽ കിട്ടണമെന്ന് ആവശ്യപ്പെടേണ്ടെങ്കിൽ അവർ മിണ്ടാതിരിക്കണമെന്ന് മുഹമ്മദ് യൂനുസ് എന്നൊക്കെ പറഞ്ഞാൽ സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ എത്രത്തോളം രൂക്ഷമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. രൂക്ഷമായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാരണം വളരെ കൊട്ടിഘോഷിച്ച് ഉണ്ടാക്കിയ ഒരു പ്രതിമയായിരുന്നു നമ്മുടെ ശിവാജിയുടെ പ്രതിമ. അപ്പം മഹാരാഷ്ട്രയിൽ വലിയ കാര്യമായിട്ടുണ്ടായ പ്രതിമയായിരുന്നു. പക്ഷെ അത് ഭയങ്കര മോശമായിട്ട് തകർന്നുപോയി. ഇപ്പൊ ശിവാജി എന്ന് പറയുന്ന മഹാരാഷ്ട്രീയൻസിന് അല്ലെങ്കിൽ മറാത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിമ തകർന്നു പോവുക എന്ന് പറയുന്നത് BJP ഗവൺമെന്റിന് വളരെ വലിയ അപമാനം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ആ കേസിലെ ശില്പി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 26-നാണ് പ്രതിമ തകർന്നു വീണത്. കഴിഞ്ഞ ഡിസംബർ 4-നാണ് നാവികസേന ദിനത്തോടനുബന്ധിച്ചാണ് സ്ഥാപിച്ചത്. അതെ അതെ. അപ്പൊ ഉദ്ധവ് താക്കറെ ഒക്കെ വളരെ രൂക്ഷമായിട്ടാണ് ഈ വിഷയത്തില് പരാമർശിച്ചത്. 35 അടി ഉയരമുള്ള വെങ്കല പ്രതിമയാണ് തകർന്നത്. 35 അടി ഉയരമുള്ള വെങ്കല പ്രതിമയാണ് തകർന്നു വീണിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ചെലവ് തകർന്ന് രൂപ അപ്പം പ്രതിമ ഉണ്ടാക്കി ജീവിക്കുന്ന കുറെ ആൾക്കാർ. അതേപോലെ കോടതി വളരെ ഒരു കാര്യം ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് അഭിഭാഷകന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് നമ്മുടെ കോടതിയുടെ മുറി താഴത്തേക്ക് മാറ്റാൻ വരെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ബി രാമൻ പിള്ള സാറിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം നമ്മൾ ചെയ്യുന്നത്. വളരെ നല്ലൊരു അതെ അതെ. പിന്നൊരു അത്ഭുതമാണെന്ന് എനിക്ക് അറിയില്ല, ഈ ഡൽഹി വിമാനത്താവളത്തിന് പുറത്ത് വിമാനത്തിന്റെ എഞ്ചിൻ ഭാഗം കണ്ടെത്തിയ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആദ്യം ആംബുലൻസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട ആംബുലൻസ് പരമായിട്ടൊരു കാര്യമാണ്, കണക്ട് ചെയ്യുന്ന കാര്യമാണ്. ഈ നമ്മൾ കുറേ വാർത്തകൾ നമ്മൾ ഒരു തവണ കേട്ടതാണ്. മരിച്ച അമ്മയെ അടക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ടോ അവര് തോളിൽ ചുമന്നുകൊണ്ട് പോകുന്നു, കമ്പുകൾക്കിടയിൽ പിടിച്ചുകൊണ്ട് പോകുന്നു, ഉന്തുവണ്ടി കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ മകളുടെ മൃതദേഹം ചുമന്നുകൊണ്ട് ആംബുലൻസ് കിട്ടാത്തത് കൊണ്ട് മാതാപിതാക്കൾക്ക് നടക്കേണ്ടി വന്നത് 14 കിലോമീറ്റർ ആണ്. മുംബൈയിലാണ് സംഭവം. അപ്പം
അതെ 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 അതെ. ഇത് ഗഡ്ചിറോളി ഗ്രാമത്തിലേക്ക് മൃതദേഹം ചുമന്നുകൊണ്ട് പോകാൻ മാതാപിതാക്കള് നിർബന്ധിതരാവുകയായിരുന്നു എന്നുള്ള അവസ്ഥയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വാർത്ത, ഈ കുഞ്ഞിന്റെ മൃതദേഹവും ചെളി വഴിയിലൂടെ പാരന്റ്സ് കടന്നു പോകുന്നതിന്റെ കാര്യം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കാര്യം കാണിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വടേറ്റുവർ ആണ്. അപ്പൊ അദ്ദേഹം എക്സില് ഈ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ്. അതായത് കുഞ്ഞുങ്ങളെ കൊണ്ട് കടന്നു പോകുന്ന ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. അപ്പം അതൊരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ മകളെ മൃതദേഹവുമായി പോകുക, അതൊക്കെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒക്കെ ഒരു എന്താ പറയാ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചർച്ച ചെയ്തതാണ് ആദിവാസികൾക്ക് ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസി ഊരുകളിൽ ഞാൻ പറയാം, ഈ തൊടുപുഴയിലെ ആദിവാസി ഊരുകളിൽ, അതായത് ഈ ഒരു വർഷത്തില് 3 തവണയാണ് നമ്മള് ഈ ആദിവാസി ഊരുകളില് ഒരു കുറച്ച് എന്താ പറയാ, നമ്മൾ പറയില്ലേ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളില് നമ്മള് കിറ്റുകൾ അവർക്ക് വിതരണം ചെയ്യും. അത് അവരുടെ റൈറ്റ് ആണ്, കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ കഴിഞ്ഞ ജൂലൈയില് ഇവർക്ക് കിറ്റ് തരുന്നു. ഈ കൊടുത്ത കിറ്റിനകത്ത് ഉണ്ടായിരുന്നത് 2018 അങ്ങനെ നിരോധിച്ചിട്ടുള്ള കേശസുഗന്ധി, കേശധാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ ബ്രാൻഡുകളുടെ എണ്ണകളാണ്. അത് എന്ന് നിരോധിച്ചാണ്. ഇതാണ് ഭക്ഷണം ഉണ്ടാക്കാൻ കൊടുത്തത്. മാത്രമല്ല ഇവർ കൊടുത്തിട്ടുള്ള കടല, പരിപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ മനുഷ്യർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. മനുഷ്യർക്കെന്നല്ല, മൃഗങ്ങൾ പോലും ഇത് കഴിച്ച് മരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കള് മുന്നോട്ട് വരുന്നതും ഈ കിറ്റ്, ഇവർക്ക് കിട്ടിയ കിറ്റ് അതേപോലെ തിരിച്ചുകൊണ്ടേ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഗുണനിലവാരമില്ലാത്ത കൊടുത്ത വിതരണക്കാർക്ക് 7 ലക്ഷം രൂപ പിഴ അടിക്കണം എന്നുള്ള കാര്യം വരുന്നത്. വളരെ നല്ല കാര്യം. അതെ അതെ. അല്ല, ഇത് പലപ്പോഴും ആളുകളുടെ വിചാരം ഇതെന്തോ ഔദാര്യമാണ്, നല്ലത് അവരുടെ അവകാശമാണ്. അവകാശങ്ങൾ കൈയിട്ട് വരേണ്ട ഒരു കാര്യം എല്ലാവർക്കും. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ രാജ്യത്തെ അത് ഈ വിധി അല്ലെങ്കിൽ ഈ പിഴ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് സബ് കളക്ടറാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. രാജ്യത്തെ മികച്ച ജില്ലാ പഞ്ചായത്ത് അവാർഡ് വയനാടിന്. അതെ 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 അതെ. ഓക്കെ ഓക്കെ. അത് മാത്രല്ല, ഈ വയനാടിന്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുൽത്താൻ അറിയാം, ഒരു വേസ്റ്റ് ആരും ബോട്ടിലിടില്ല. ലൈക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് അവര് സുൽത്താൻ ബത്തേരിനെ കാണാൻ. അത് മാത്രല്ല, നമ്മുടെ ഈ അതിന്റെ സൈഡിൽ വെക്കുന്ന ചെറിയ കമ്പി, ആ കമ്പികളിൽ ചെടിച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് മറ്റേ ബോഗൻവില്ലയൊക്കെ വെച്ച് ഭയങ്കര ക്ലീൻ സിറ്റിയാണ് അവരുടെ. അപ്പൊ അതുകൊണ്ടുകൂടിയൊക്കെ ആയിരിക്കാം കിട്ടിയിട്ടുള്ള മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള ബോധവൽക്കരണ പദ്ധതികൾ, ജില്ലയുടെ കാർബൺ എമിഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരണം അടക്കമുള്ള പ്രവർത്തന പഞ്ചായത്തുള്ള ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. അതെ അതെ അതെ. അപ്പൊ പതിയെ സ്പോർട്സിലോട്ട് എന്താണ് സ്പോർട്സിലെ പ്രധാന വാർത്ത എന്ന് നോക്കാം. ഇവരുടെ പാടായി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും നാണക്കേടുണ്ടാക്കി മംഗോളിയക്ക് ഏറ്റവും ചെറിയ സ്കോർ. അതായത് 10 ബാറ്റ്സ്മാൻമാർ 10 റൺസിന് പുറത്ത്. അന്താരാഷ്ട്ര ടി20 ക്രിക്കറ്റിൽ വ്യാഴാഴ്ച സിംഗപ്പൂരിനെതിരെ മംഗോളിയക്ക് 11 ബാറ്റർമാർ 10 റണ്ണാണ് നേടിയത്. 5 പേർ പുറത്തായപ്പോൾ 4 1 റൺസ് എടുത്ത് മടങ്ങി. 2 പേർ വീതം 2 റൺ നേടി. എത്രയായ 2 റൺ ലഭിച്ചു. മംഗോളിയക്ക് ഇന്നിംഗ്സ് 10 ഓവറിൽ 10 റൺസിന് അവസാനിച്ചു. ഏറ്റവും നാണക്കേട്ട ഒരു റെക്കോർഡ്. കണ്ടംകളിക്ക് വരെ 6 അടിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ടി20 ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ ടീം ടോട്ടൽ എന്ന കുപ്രസിദ്ധമായ ഒപ്പം എത്തി മംഗോളിയ. റെക്കോർഡ് ഇപ്പൊ മംഗോളിയക്ക്. ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്? മുമ്പ് ഏതൊരു ടീം ലക്ഷദ്വീപ് അവിടെ ഒരു വിഷമം ആലോചിച്ച് നോക്കിയല്ലേ. അയ്യോ, ഒരു തകർന്നില്ലാണ്ടായിട്ടുണ്ടാവും. അതെ അതെ അതെ.
മെസ്സിയും ക്രിസ്ത്യാനോയും ഇല്ലാത്ത ബാലൻഡിയോർ പട്ടിക. 2 പതിറ്റാണ്ടിന് ശേഷം സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഇല്ലാത്ത ബാലൻഡിയോർ പുരസ്കാരത്തിനുള്ള സാധ്യതാ പട്ടിക. 2024 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പട്ടികയിൽ ഇരുവർക്കും ഇടമില്ല. 2 പതിറ്റാണ്ടായി ലോക ഫുട്ബോളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ടുപേരിൽ ഒരാളുമില്ലാത്ത ബാലൻഡിയോർ പട്ടിക 2003 ശേഷം ഞാൻ ജനിക്കും. യുഗാന്ത്യം എന്നാട്ടോ പറയുന്നത്, യുഗത്തിന്റെ അന്ത്യമൊക്കെ പറയുന്നതിന്. 2003 ശേഷം ആദ്യമാണ്. അതേസമയം ഗിലിയൻ എംബാപ്പെ, ജൂഡ് ബെല്ലിംഗം, വിനീഷ്യസ് ജൂനിയർ, ഏർലിംഗ് ഹാലൻഡ് തുടങ്ങിയവർ ഇടം പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നും അറിയില്ല, ഉണ്ടാവും അറിയായിരുന്നു. അതെന്താ എംബാപ്പെ നിങ്ങൾക്ക് ഇടക്കിടക്ക് പറയുമ്പോ കേക്കാലോ. അല്ല, പുള്ളിനെ പറ്റി ആ സമയത്തൊക്കെ വിളിച്ചിട്ട് ഫേമസ് ആണല്ലോ. അതെ അതെ. ഫ്രാൻസ് ഫുട്ബോളറായ പ്രശസ്ത അർജന്റീനൻ താരം മെസ്സി 8 തവണയും പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ തവണയാണ് പുരസ്കാരം നേടിയിട്ടുണ്ട്. മെസ്സി 8 തവണ നേടി, ക്രിസ്ത്യാനോ 5 തവണ നേടിയിട്ടുണ്ട്. യുഗാന്ത്യം എന്നൊക്കെയാണ് പല റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അതെ അതെ അതെ, അവരില്ലാത്തത് ആദ്യമായിട്ടാണ്, അതും 2003 ശേഷം. കഴിഞ്ഞ കൊല്ലം റൊണാൾഡോ ഇല്ല, പക്ഷെ മെസ്സി ആയിരുന്നു. പക്ഷെ ഇത്തവണ രണ്ടുപേരും ഇല്ല. അതിൽ പുതിയ പിള്ളേർ വരട്ടെ. പിന്നെ വയസ്സായില്ലേ. ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബായ അൽ നാസറിനും മെസ്സി മേജർ ലീഗ് സോക്കർ ക്ലബായ ഇന്റർ മിയാമിക്കെതിരാണ് കളിക്കുന്നത്. കരിയറിന്റെ അവസാന ഘട്ടത്തിന് ഇരുതാരങ്ങളല്ല. റൊണാൾഡോ 2 കൊല്ലം കൂടെ ഇനി കളിക്കും. പക്ഷെ മെസ്സി കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ 2 കൊല്ലം കളിക്കുമായിരിക്കും. നമ്മള് വേറൊരു ചർച്ച ചെയ്തിട്ടുള്ള വിഷയമായിരുന്നു, വേറെ ചർച്ചയല്ല, നമ്മളെല്ലാ ദിവസവും ഇന്നലെ സംസാരിച്ചിരുന്നത് ഇന്ത്യക്ക് സുവർണ്ണ നേട്ടം. അതെ, ഒരു ദിവസം ഒരു സ്വർണം ഒരു വെള്ളി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗിന് ചരിത്ര സ്വർണം, വ്യക്തിഗത റിക്കവർ ഓപ്പൺ വിഭാഗത്തിൽ ഹർവീന്ദർ സ്വർണത്തിൽ അമ്പെയ്ത്താണ് സിമ്പിളായിട്ട് പറഞ്ഞത്. അതിൽ പുള്ളി സ്വർണം നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ നാളെ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആദ്യ കളി ഫോഴ്സ കൊച്ചി FC വാസ് മലപ്പുറം FC. പിന്നെ മലപ്പുറം FC മൊത്തം അമ്പന്മാരാണ്, വെളിയിലുള്ളവന്മാരെല്ലാം ഇറക്കിയിരിക്കുന്നത്. ജയിക്കുക അല്ല, ഫോഴ്സ കൊച്ചി നല്ല ടീമാണ്, പക്ഷെ മലപ്പുറം FC പൃഥ്വിരാജ് കോച്ച് വെളിയിലുള്ള, പക്ഷെ മലപ്പുറം FC ഭയങ്കര ടീമാണ്. അവന്മാര് കാശിറക്കി കളിക്കുന്ന ടീമാണ്. കൊച്ചു ജയിക്കട്ടെ, കൊടുത്തിരിക്കുന്നു. കളിയുണ്ട്, ഞാൻ പോകുന്നുണ്ട്. പിന്നെ കൊച്ചിയില് ഒരു ദിവസമായിട്ട് ബ്ലാസ്റ്റേഴ്സ് അല്ല ഐഎസ്എല്ലിന്റെ ഒരു ഇത് നടക്കുന്നുണ്ട്. ആരും പോയി കാണാമെങ്കിൽ കാണാം. എല്ലാ ടീമിനെ കേരള ക്രിക്കറ്റ് ലീഗ് 2020 ക്രിക്കറ്റ് ട്രിവാൻഡ്രം റോയൽസിനെതിരെ 8 വിക്കറ്റിന്റെ തകർപ്പൻ ചെയ്യും. തിരുവനന്തപുരം മുന്നോട്ട് വെച്ച് 128 റൺസ് എന്ന ലക്ഷ്യം 13 ഓവറിൽ തൃശ്ശൂർ മറികടന്നു. തൃശ്ശൂർ തുടർച്ച 2 തോൽവിക്ക് ശേഷം ഒരു വിജയം നേടുന്നത്. എന്തൊക്കെയാണ് തൃശ്ശൂർക്ക് വെടിക്കെട്ട്, തൃശ്ശൂർ പൂരം ക്രിക്കറ്റിൽ വെടിക്കെട്ട്. അതെ, എന്തായാലും സ്പോർട്സിൽ ഇത്രയൊക്കെ ഉള്ളു ന്യൂസ്. റൊണാൾഡോ ഇല്ലാത്ത ബാലൻഡിയർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ്. അപ്പൊ സമയം അതിക്രമിക്കാറായോ? ആയി 11. ആരും കമന്റ് ഒന്നും ആരും ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. കുറെ പേര് സുപ്രഭാതമുണ്ട്. ഞാൻ എല്ലാവർക്കും സുഹൃത്തുക്കളെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പം ഇന്ന് പ്രധാന വാർത്തകൾ ഇതൊക്കെയായിരുന്നു. പ്രധാന വാർത്തകൾ ഇതൊക്കെ, പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള വാർത്തകൾ. എന്തെങ്കിലും ഒരു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു പത്രവാർത്ത വായിക്കണമെന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ചേച്ചിയുടെയും ആൺകുട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ആഗ്രഹമായി മാറിയിരിക്കുന്നു. അപ്പൊ ഞാൻ വളരെ പ്രാധാന്യം ഒരു കാര്യമാണ് നമ്മുടെ പുരുഷന്മാരും ഒക്കെ സേഫ് എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് നമുക്ക്. അപ്പൊ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ആയിരുന്നു. അപ്പോ ഇന്ന് എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച. ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അത്തച്ചമയത്തിന്റെയും ആശംസകളും ഒക്കെ ഞങ്ങൾ നേരുകയാണ്. എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച നേരുന്നുണ്ട്. ഞങ്ങൾ നന്ദി, നമസ്കാരം. സുപ്രഭാതം.